ഭാര്യ ഒരു ചോദ്യം ചോദിക്കുന്നതായി നമ്മൾ കാണുന്നു. ഭാര്യ ചോദ്യം എത്രയേ ഉള്ളൂ, പ്രഭോ, ഒരു ഭാര്യ എന്തുകൊണ്ടാണ് സ്നേഹിക്കപ്പെട്ടവളാകുന്നത്? ഞാൻ പലരുടെയും കല്യാണ ആലോചനകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭാര്യ സ്നേഹിക്കപ്പെട്ടവളാകുന്നത് സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജോലി കൊണ്ടും ഒക്കെയാണ്. പക്ഷെ യജ്ഞവൽക്കൻ അങ്ങനെ പറയുന്നില്ല. അത് കഴിഞ്ഞ് ചോദിക്കുന്നു, ഒരു ഭർത്താവ് എങ്ങനെയാണ് സ്നേഹയോഗ്യനാകുന്നത്? ഭർത്താവിന്റെ ആരോഗ്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കഴിവ് കൊണ്ടോ ആണെന്ന് യജ്ഞവൽക്യൻ പറയുന്നില്ല. പക്ഷെ പറയുന്നത് എന്താണ്? ബ്രഹ്മൻ. ഭർത്താവ് സ്നേഹയോഗ്യനാകുന്നത് ബ്രഹ്മൻ മുഖാന്തരമാണെന്നും ഭാര്യ സ്നേഹയോഗ്യതയാകുന്നത് ബ്രഹ്മൻ മുഖാന്തരമാണെന്നുമാണ്. ഇത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഭർത്താവിൽ കണ്ട് സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മാത്രമേ, യേശു ക്രിസ്തുവിനെ ഭാര്യയിൽ കണ്ട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് മാത്രമേ മരണം വരെ വിശ്വസ്തരായി സ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഭാരതീയമായ പാരമ്പര്യത്തിൽ വളരെ വ്യക്തമാണ്. ഭാരതത്തിലെ സ്ത്രീകൾ ഭർത്താവിൽ ദൈവത്തെ കണ്ടിരുന്നു. ഭാരതത്തിലെ പുരുഷന്മാർ ദൈവത്തിന് മുമ്പിൽ നിൽക്കണമെങ്കിൽ ഭാര്യ കൂടെ വേണമായിരുന്നു. ശ്രീരാമൻ ബലിയർപ്പിക്കാൻ വരുമ്പോൾ സീതയില്ല. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, പെട്ടെന്ന് സീതയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി എൻ്റെ അടുത്ത് നിർത്ത. സീതയില്ലാതെ എനിക്ക് ദൈവം മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഭർത്താവിന് ഭാര്യയെ കൂടാതെ ഇനിമേൽ ദൈവം മുമ്പാകെ നിൽക്കാൻ പറ്റുകയില്ല. ഭാര്യയെ ഭർത്താവിനെ കൂടാതെയും ദൈവം മുമ്പാകെ നിൽക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ ഇരുവരും ഒരു ശരീരമായി തീരും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞത്. ഇത് കേട്ടപ്പോഴാണ് ശിഷ്യന്മാർ പറയുന്നത്, അങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെ കരുതി വിവാഹം കഴിക്കാതിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് ലോകത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഒരു രഹസ്യമാണെന്നാണ് പൗലോസ് പറയുന്നത്. പോകുന്ന ഒരു വലിയ സാഹസിക യാത്രയാണ് വിവാഹ ജീവിതം. ഈ സാഹസിക യാത്രയ്ക്ക് അതിൻ്റെതായ ഹരമുണ്ട്, അതിൻ്റെതായ ഭാരമുണ്ട്, അതിൻ്റെതായ രസതന്ത്രമുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാൽ ഇവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവാഹ ജീവിതം വിജയപ്രദമാകാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് ഒരു രാമചന്ദ്രൻ സാറ് എന്നെ പഠിപ്പിച്ചു തന്നു. ആ സാറ് ഒരു കുട്ടിയോടൊപ്പം ചെസ് കളിക്കുകയായിരുന്നു. ചെസ് കളിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് കുട്ടി തോറ്റു. കുട്ടിക്ക് വലിയ വിഷമമായി. അപ്പോൾ സാർ ഇത് മനസ്സിലാക്കിയിട്ട് കുട്ടിയെ വീണ്ടും കളിക്കാൻ വെച്ചു. കുട്ടി വന്നു, കളി തുടങ്ങി. 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടി ജയിച്ചു. കുട്ടിക്ക് സന്തോഷമായി. ഇത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ സാറിനെ വിളിച്ച് ചോദിച്ചു, സാറേ കൺഗ്രാജുലേഷൻസ്. എനിക്ക് കാര്യം മനസ്സിലായി. അമ്മ ശരിയായിട്ട് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ രാമചന്ദ്രൻ അറിഞ്ഞുകൊണ്ട് ചില ചലനങ്ങൾ നടത്തി കളിയിൽ തോറ്റതാണെന്ന്. ആ തോൽവിയാണ് ആ കുട്ടിയും ഈ സാറും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ, തോൽക്കാൻ പഠിക്കുക. ഭാര്യ ഭർത്താവിന്റെ മുമ്പിലും ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും നിരന്തരം തോൽക്കാൻ പഠിച്ചാൽ ഇവരുടെ വിവാഹം വളരെ സന്തോഷകരമായി. ഇതാണ് അനുദിനം കുരിശുമെടുത്ത് യേശുവിന്റെ പിന്നാലെ പോകുന്നത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യഥാർത്ഥ വിവാഹം പെണ്ണും ചെറുക്കനും തമ്മിലല്ല,
പെണ്ണിൻ്റെ ആത്മാവും ക്രിസ്തുവും തമ്മിലും ചെറുക്കൻ്റെ ആത്മാവും ക്രിസ്തുവും തമ്മിലുമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ് ഇവിടെ നടക്കുന്ന കൂദാശ. ഇതിന് സമ്മതം വളരെ അത്യാവശ്യമാണ്. സമ്മതത്തിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കൃപയുടെ ചാലുകൾ ഒഴുകി വരുന്നത് കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ കൃപയുടെ ചാലുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വരികയാണ്. ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ഇവിടെ വെച്ച് ആരംഭിക്കുന്ന ബലി തുടർന്നുകൊണ്ടേ പോകുന്നു. എല്ലാ അവസരങ്ങളിലും ഒന്നിച്ച് ബലി അർപ്പിക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും സാധിക്കണം. അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നത്, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം നിലനിൽക്കുന്നുവെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.